ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറും അരമണിക്കൂറിനുള്ളിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അറേബ്യൻ റൈസായ ചിക്കൻ മദ്ഹൂത്താണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അൽബേക്ക് സ്പെഷ്യലായിട്ടുള്ള ഗാർലിക് സോസും പിന്നെ ഒരു അറബിക് ടൊമാറ്റോ ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ അറബിക് റൈസായി ഈ ചിക്കൻ മദ്ഹൂത്ത് കുക്കറിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ചിക്കൻ മദ്ഹൂത്ത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ അതിനുള്ള റൈസ് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് ഇന്ത്യ ഗേറ്റ് ഗോൾഡൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുക. അരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ അരിയിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് 1 മണിക്കൂർ നേരം ഇവിടെ അടച്ച് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അറബിക് മസാല പൗഡർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 3 പീസ് കറുവപ്പട്ട, പിന്നെ 1/2 ടീസ്പൂൺ ഗ്രാമ്പു, 1 ബേ ലീഫ്, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ ഏലക്ക, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതായത് വലിയ ജീരകവും, പിന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം അതായത് കുമിൻ സീഡ്സും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി വന്നാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചിട്ടെടുക്കുക. കറുവപ്പട്ട വലിയ പീസായതുകൊണ്ട് ഇത് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി കറക്കിയിട്ടെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ മദ്ഹൂത്ത് റെഡിയാക്കി എടുക്കാനുള്ള മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ RKGയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, സാജീരകം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചതക്കൊന്നും ചെയ്യാതെ നടുകൊന്ന് പൊളിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നടുകൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിത് തൊലി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നടുകൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ വെളുത്തുള്ളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ ഇതിലേക്ക് നന്നായി പഴുത്ത 2 തക്കാളി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പ്യൂരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലെ എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അറബിക് മസാല പൗഡർ ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ ഒക്കെ ആ റോട്ടീസ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബോക്സിൽ 2 എണ്ണം ഉണ്ടാവില്ലേ, അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുക. ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിരൽ കൊണ്ട് 1-2 ഹോളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ സീഡ്സൊക്കെ കളഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഈ റൈസിൻ്റെ ടേസ്റ്റേ പോകും. കാരണം നാരങ്ങയുടെ കുരു കയ്പ്പാണല്ലോ, അപ്പോൾ ആ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.25 കിലോ ചിക്കൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഈ ചിക്കൻ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ ഈ പിങ്ക് കളർ പോയിട്ട് വൈറ്റ് കളറാവുന്നത് വരെ ഈ മസാലയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ പോയിട്ട് ആ വൈറ്റ് കളറായിട്ട് വരും. അതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അതുപോലെ ചിക്കൻ പീസസ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതിലെ വെള്ളം നല്ലതുപോലെ വാർത്തെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒരു 2 മിനിറ്റോളം ഈ മസാലയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 3 കപ്പ് റൈസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുക്കുക. ഒരൊറ്റ വിസിലടിച്ചാൽ തന്നെ ചിക്കൻ പകുതി കുക്കായി കിട്ടും. പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്തെടുത്ത റൈസിലെ വെള്ളം മുഴുവനായിട്ടും വാർത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തോട് കൂടിയിട്ട് റൈസ് ചേർത്ത് കൊടുത്താൽ അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10 പച്ചമുളക് കട്ട് ചെയ്യാതെ ഇതുപോലെ മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക. ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്ക് നമുക്ക് മന്തിൻ്റെയും കപ്സൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന അറബിക് ടൊമാറ്റോ ചട്നി ഇല്ലേ, അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലും ഒരു 4 വെളുത്തുള്ളി അല്ലിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഈ ചട്നി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറബിക് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അൽബേക്ക് സ്പെഷ്യൽ ഗാർലിക് സോസ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കോൺഫ്ലോർ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാതെ കുറുക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഇത് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ കോൺഫ്ലോറിൻ്റെ വൈറ്റ് കളറൊക്കെ പോയിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലായിട്ട് വരും. അതുവരെ ഇത് വേവിച്ചെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ കളറൊക്കെ മാറിയിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത കോൺഫ്ലോർ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ എത്രയാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്.
പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു ലൂസിലാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് കോൺഫ്ലവർ അല്ല, ഇത് ഇരിക്കും തോറും തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഇത് അടിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇത് കുറച്ച് സമയം ഇരുന്നപ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽബേക്ക് സ്പെഷ്യൽ ഗാർലിക് സോസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗാർലിക് സോസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റിയാണത്. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ചിക്കനും റൈസൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. കണ്ടോ, ഈ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഈ റൈസും ചിക്കനും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെറും അരമണിക്കൂറിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അറബിക് റൈസ് റെസിപ്പിയാണിത്. ഇതിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ റൈസ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ പെരുന്നാളിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അറബിക് റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചിക്കൻ മദ്ഹൂത്തൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഗാർലിക് സോസും ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. Thank you.